Hi, good morning, everybody. Hope you are doing well. എല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് വളരെ കാമായിട്ടിരിക്കുകയാണ്. ദെൻ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹീലിംഗ് ആൻഡ് വെൽനെസ് എന്നാണ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ ലൈഫിൽ എന്താണ് ഹീലിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്? ഓക്കെ, എന്താണ് യഥാർത്ഥത്തിലുള്ള ഒരു വെൽനെസ്? ഇതിനെ കുറിച്ചുള്ള ഒരു സെഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് നെയ്സില. കഴിഞ്ഞ സെഷനിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻസ്പേഴ്സ് അക്കാദമിയിലെ ഒരു ടീം മെമ്പറാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം അല്ലെ എന്താണ് ഹീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല്? ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഗശാന്തി, മലയാളത്തില് ഇത് പറയണമെന്നുണ്ടെങ്കിൽ രോഗശാന്തി എന്നൊക്കെ പറയും. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഹീലിംഗ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് നമ്മളങ്ങ് പറഞ്ഞ പോലെ ഒരു കെട്ടിപ്പടുക്കുക എന്നതിനേക്കാളും നമ്മളുമായിട്ട് വിട്ടുപോയിട്ടുള്ള കണക്ഷനെ നമ്മൾ റീകണക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഒരു ടൈപ്സ് ഓഫ് ഹീലിംഗിനെ കുറിച്ചും ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഹീലിംഗ് പ്രാക്ടീസസിനെ കുറിച്ചും ഒക്കെ ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ? ഓക്കെ, റെഡി. താങ്ക് യു. ദെൻ ശരിക്കും പറഞ്ഞാൽ ഹീലിംഗ് എന്ന് പറഞ്ഞ ഒരു ജേർണിയാണ്. നമ്മള് ഒറ്റയടിക്ക് പറഞ്ഞ പോലെ ഫിക്സ് ചെയ്ത് നടത്താവുന്ന ഒരു സംഭവം അല്ല ഹീലിംഗ് എന്ന് പറയുന്നത്. ഒരു യാത്ര തന്നെയാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. 1 മിനിറ്റ്. എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ജോസഫ് സർ 10 തരാവുന്ന. ഓക്കെ, ശരി, താങ്ക് യു. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിംഗ് എന്ന് പറഞ്ഞാല് ഒരു ജേർണിയാണ്. ഒറ്റൊരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ തീർക്കാൻ പറ്റുന്ന ഒരു പ്രോസസ് അല്ല ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ഹീലിംഗ് ജേർണിയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ നമുക്ക് സംഭവിക്കുന്നത്? നമ്മൾ കാണുന്നുണ്ട് അല്ലേ, പല പോസ്റ്റേഴ്സിലും നമ്മുടെ അക്കാദമിയിൽ തന്നെ EFTയില് ട്രോമ ഹീലിംഗ് എന്നൊക്കെ കാണാറില്ലേ? അപ്പം എന്താണ് ഈ ഒരു ഹീലിംഗ് കൊണ്ട് നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ്? എന്തിനാണ് ഹീലിംഗ് ചെയ്യുന്നത്? നമുക്ക് അതുകൊണ്ടുള്ള ഒരു കമ്മിങ് ഫ്യൂച്ചറിൽ നമുക്ക് എന്താണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട്, ഇമോഷണൽ വൗണ്ട്സ് ഉണ്ട്, ഭയങ്കര പെയിനുകളൊക്കെ നമ്മളെ ഉള്ളിൽ ഉണ്ടാവും അല്ലെ? നമ്മൾ ഈ ചൈൽഡ്ഹുഡ് മുതൽ ഈ പ്രായം വരെ നമ്മൾ ഒരുപാട് ഇമോഷൻസിലൂടെയും പെയിനിലൂടെയും ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഹെൽത്തിനെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫിസിക്കൽ ഹെൽത്തിനെ ആണെങ്കിൽ നമുക്ക് എന്താവും? നമുക്ക് തലവേദന, ടെൻഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ നമ്മൾ ഡെയിലി കടന്നു പോകുന്നത്, നമ്മളത് മനസ്സിലാക്കാതെ പോകുന്നതാണ്. അതേപോലെ തന്നെ മെന്റൽ ഹെൽത്തിനെ ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് തോട്ട്സ്, ഓവർ തിങ്കിങ്, അതേപോലെ ആൻസൈറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും അല്ലെ? ഇനി റിലേഷൻഷിപ്പിലാണെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും, ഐസൊലേഷൻ, ഒരു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഒക്കെ വരും. നമ്മൾ ഈ ഒരു പറഞ്ഞ പോലെ സ്ട്രെസ്സിലൂടെ ഇതിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കടന്നു പോകുമ്പോൾ. അപ്പോ ഇതിൽ നിന്ന് അധിക പേരും നമ്മുടെ സൊസൈറ്റിയിലൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യും, മെഡിസിൻ എടുക്കും. ഇതിനൊരു വേ ഉണ്ട്, ഒരു ഹീലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അധിക പേർക്കും അറിയില്ല എന്നുള്ളത്. ഇനി ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി ക്യാരി ചെയ്യുന്ന ഈ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ടെൻഷൻ, ഈ ഒരു ആൻസൈറ്റി, ഇതൊക്കെ നമ്മളെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നത് നമുക്ക് നോക്കാം. ഞാനൊരു സ്റ്റോറിയിലൂടെ പറയാം, പെട്ടെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു സ്ത്രീ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോ ആ സമയത്ത് അവിടുത്തെ സ്പീക്കർ ആളെ വിളിച്ചിട്ട് ആളെ കയ്യില് ഒരു ഗ്ലാസ്സില് ഇച്ചിരി വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറഞ്ഞു. ഇങ്ങനെ. ഓക്കെ, അപ്പോ 1 മണിക്കൂർ കഴിഞ്ഞു. ആള് പറഞ്ഞു നോ പ്രോബ്ലം. ഓക്കെ, ദെൻ ഒരു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു. അപ്പോഴും ആള് ചെറിയ കൈ കടച്ചിലൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഒരു 1 ഡേ ഇതിങ്ങനെ വെക്കുകയാണെങ്കിലോ,
അല്ലെ? ദിവസങ്ങളോളം ഇങ്ങനെ വെക്കുകയാണെങ്കിലോ, ഇതിങ്ങനെ ഇതേപോലെ ഹോൾഡ് ചെയ്തോണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വല്ലാണ്ട് ക്ഷീണിക്കും അല്ലെ? അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും അവസാനം. അതുപോലെ തന്നെയാണ് നമ്മൾ മൈൻഡില് സ്ട്രെസ് കൊണ്ട് നടക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗ്ലാസ് പോലെയാണ് നമ്മുടെ മൈൻഡിലെ സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മളത് എത്ര കാലം പിടിച്ചുകൊണ്ട് നടക്കുന്നു, അത്രയും ഹെവി ആയിട്ട് അത് ഫീൽ ചെയ്യും. അതങ്ങ് എടുത്ത് കളഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. പക്ഷെ നമുക്കൊന്നും അറിയില്ല ഈ ഒരു ഗ്ലാസും പേറിക്കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് എന്നുള്ളത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹീലിംഗ്, അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ഗ്ലാസ് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോ ഹീലിംഗ് എന്താണെന്ന് ഒരു ചെറിയ രീതിയിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാവരും പുറത്ത് പറയാൻ പറ്റാത്ത ഒരു പെയിനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ഹീലിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിന്റെ ആ വെയിറ്റും അതേപോലെ തന്നെ അതിന്റെ ഒരു സ്ട്രെങ്ത്തും അതിനെ ലൈറ്ററായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. പറ്റുന്നവര് വീഡിയോ മോഡിൽ വായോട്ടോ, നമുക്ക് ഇന്ററാക്ട് ചെയ്ത് നല്ല രീതിയിൽ പോവാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹീലിംഗ് പ്രാക്ടീസസ് ഉണ്ടാവും. നമ്മൾ ഡേ ബൈ ഡേ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളും ഓരോ ദിവസം തോറും കൂടി കൂടി വരികയാണ്. നമുക്ക് ഡെയിലി ലൈഫിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഹീലിംഗ് പ്രാക്ടീസസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൈഫ് ലൈറ്ററായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ ആണ് ബ്രീത്ത് വർക്ക് എന്ന് പറയുന്നത്. നമുക്ക് കാംനെസ്സിന് വേണ്ടിയിട്ട് ബ്രീത്ത് വർക്ക് ചെയ്യാൻ പറ്റും. എനർജി ബാത്ത് എന്ന് പറയും. നമ്മളൊക്കെ ചെയ്യും. ഇപ്പൊ കുറച്ച് മുന്നേ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു അല്ലെ, ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തു. അതില് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നമ്മള് 4 സെക്കൻഡ് ഇൻഹെയിൽ ചെയ്യുന്നു, അതേപോലെ തന്നെ 4 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യുന്നു, ദെൻ 6 സെക്കൻഡ് നമ്മളത് റിലീസ് ചെയ്യും, അതായത് എക്സെയിൽ ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മുടെ അതായത് ഡെയിലി ലൈഫിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഹീലിംഗ് പ്രോസസ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അത് 4 സെക്കൻഡ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു. 4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ 1 2 3 4 ആ 4 സെക്കൻഡ് 4 വരെ നമ്മൾ കൗണ്ട് ചെയ്യുക, ദെൻ 4 സെക്കൻഡ് നമ്മൾ അത് ഹോൾഡ് ചെയ്യുക, ദെൻ 6 സെക്കൻഡ് വെച്ച് നമ്മൾ അതങ്ങ് റിലീസ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഡെയിലി ഒരു എണീറ്റപാട് അതേപോലെ തന്നെ നമുക്ക് ഈവൻ പെട്ടെന്ന് എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാല് ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ശരിക്കും നമ്മളെ ബ്രെയിൻ റിലാക്സ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മളെ സ്ട്രെസ് അല്ലെങ്കിൽ ആൻസൈറ്റി അവിടെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം ഹീലിംഗ് അഫോർമേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഹീലിംഗ് അഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട 3 അഫോർമേഷൻസ് പറയാം. അത് നിങ്ങൾ ഡെയിലി ലൈഫിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും എന്നും പറയണം. ഓക്കെ, ഒന്ന് ഐ ആം സേഫ്, ഐ ആം ലവ്ഡ്, ഐ ആം ഹീലിംഗ്. ഓക്കെ അല്ലെ? നമുക്കൊക്കെ ഒരു പേടിയാണ്, നമ്മൾ സേഫ് ആണോ, നമ്മൾ ആരും സ്നേഹിക്കുന്നില്ല, ഇതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അല്ലെ? അപ്പോ നമ്മളോട് തന്നെ പറയുകയാണ് ഐ എം സേഫ്, ഓക്കെ, ഐ എം ലവ്ഡ് ആൻഡ് ഐ ആം പീസ്, അല്ലെങ്കിൽ ഐ ആം ഹീലിംഗ്. ഓക്കെ, ദെൻ രണ്ടാമത് ഐ ചൂസ് പീസ് ഓവർ വറി. ഈ ഒരു വറിക്ക് പകരം ഞാൻ സമാധാനത്തിന് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തത് മൈ പാസ്റ്റ് ഡസ് നോട്ട് ഡിഫൈൻ മീ, മൈ പ്രസന്റ് ക്രിയേറ്റ് മീ. അതായത് നമ്മൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ എന്താണ് എന്നുള്ളതല്ല വിഷയം, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്താണ്, അപ്പൊ ഇന്ന് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഓരോ നിമിഷവും നമ്മൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 അഫോർമേഷൻസ് നിങ്ങൾ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഡെയിലി ലൈഫിൽ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് അധികം പേർക്കും അറിയുന്നുണ്ടാവും അല്ലെ? എന്താ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ, ഈവൻ നമ്മളിപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിനെ അറിഞ്ഞുകൊണ്ട് കുടിക്കുമ്പോൾ എന്ത് രസമായിരിക്കും. ഓരോ സിപ്പായിട്ട് ആസ്വദിച്ച്, ഈവൻ നമുക്ക് പച്ചവെള്ളത്തിനാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഫീൽ ചെയ്യും. അപ്പം പറഞ്ഞ പോലെ 3 എക്സസൈസ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ബ്രീത്തിങ് എക്സസൈസ്, അതേപോലെ തന്നെ ഹീലിംഗ് അഫോർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യുക, പിന്നെ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുക.
എന്ത് കാര്യം, ഇവൻ നിങ്ങളൊരു പാരന്റിങ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇപ്പൊ കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റി ഒരുക്കുകയാണെന്ന് വിചാരിച്ചു, അതിനൊക്കെ ഒരു ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ കുക്ക് ചെയ്യാണ്, മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പൊ ആ ഫുഡിന് വരെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി നമുക്ക് എന്താക്കാൻ പറ്റും, അത് ഒരു ഹീലിംഗ് പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ, പിന്നെ പറഞ്ഞ ഹീലിംഗ് എന്ന് പറയുന്ന സംഭവം കുറേ മണിക്കൂർ വെച്ച് ചെയ്യുക എന്നുള്ളതിനേക്കാളും നമ്മൾ അവയർനെസ്സിൽ കുഞ്ഞു 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 കാര്യങ്ങൾ കൊണ്ടുവന്ന് വലിയ വലിയ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോഴാണ് അത് സെലിബ്രേറ്റ് ചെയ്യുക. വലിയ വലിയ കാര്യങ്ങൾ വേണം നമുക്കത് എന്തോ ഒരു സംഭവമായി തോന്നുന്നത്. പക്ഷെ നമ്മൾ ഡെയിലി ലൈഫിൽ കുഞ്ഞു 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 കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ വലിയ ചേഞ്ച് ആണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, നോട്ട് ദ പോയിന്റ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യണ സമയത്ത് നമുക്ക് വലിയ ചേഞ്ച് ആണ് നമുക്ക് ലൈഫിൽ ഉണ്ടാവുക. ഓക്കെ, പിന്നെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിൻ. ഓക്കെ, അല്ലാതെ നമ്മൾ ഫുൾ ടൈം സ്ട്രെസ്സിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ നടക്കുന്നു, അങ്ങനെ വരുമ്പോ നമുക്ക് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റൂല, ഫുൾ ടൈം സ്ട്രെസ്സിലായിരിക്കും. ഓക്കെ, ഇതൊക്കെ സ്ട്രെസ് മാനേജ് ചെയ്യാനും ഒരു ഹീലിങ്ങിനുള്ള സിമ്പിൾ ടെക്നിക്കാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി നമ്മൾ സെൽഫായിട്ട് ഹീൽ ചെയ്യുന്നതിന്റെയും ഒരു ഗൈഡഡ് ആയിട്ട് ഹീൽ ചെയ്യുന്നതിന്റെയും വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ അതൊരു സ്റ്റോറി കണക്ട് ചെയ്തിട്ട് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടമാണ്, ഒരു ഗാർഡൻ ആണ്. ഓക്കെ, അപ്പം പൂന്തോട്ടത്തിൽ നമുക്കറിയാം, നമ്മൾ കുറച്ചു കാലം ശ്രദ്ധിക്കാതെ വരുമ്പോ അവിടെ കളകളൊക്കെ ഉണ്ടാവും അല്ലെ, വേണ്ടാത്ത മുൾച്ചെടികളൊക്കെ ഉണ്ടാവും. അപ്പോ നമ്മളെ മൈൻഡില് നമ്മൾ സ്വന്തമായിട്ട് കളകൾ പറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ വേരോടെ എടുത്ത് കളയാനൊക്കെ അതിനുള്ള അറിവൊന്നും നമുക്കില്ല അല്ലെ. അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ഇങ്ങനെയാണ്, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം എടുത്ത് കളയാനുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മളെടുത്തില്ല, ഒരു അവയർനെസ് നമുക്കില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ അത് അങ്ങ് വിട്ട് കളഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താണ്, അത് പൂർണ്ണമായിട്ട് വേരോട്ട് എടുത്ത് കളയാൻ നമുക്ക് പ്രയാസമാണ്. അപ്പൊ എന്താ ഉണ്ടാവുക, കുറച്ച് കഴിയുമ്പോ പിന്നെയും അത് അവിടെ മുളച്ചു വരും. അപ്പോ എന്നാൽ നമ്മൾ ഗൈഡഡ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ആ പൂന്തോട്ടത്തിൽ ഒരു തോട്ടക്കാരനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ തോട്ടക്കാരൻ നോക്കിക്കോളും നമ്മളെ. ഓക്കെ, അത് പറിച്ചെടുക്കാനും പുതിയ വിത്തുകൾ നടാനും നമ്മളെ ഫലപുഷ്ടിന്ന് അടിപൊളി പറഞ്ഞ പോലെ അടിപൊളി ഒരു പൂന്തോട്ടവും അവിടെ നല്ല പൂക്കളും കായ്കനികളും ഒക്കെ ഉണ്ടാക്കി നമ്മളെ വേറൊരു റേഞ്ചിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ കുറച്ച് ലിറ്ററൽ ആയിട്ട് പറഞ്ഞതെന്നുള്ളൂ. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളെ മൈൻഡിനെ നമ്മൾ ഒരു പൂന്തോട്ടം പോലെ കണക്കാക്കുമ്പോൾ അതിലെ കളകൾ ഉണ്ടാവും അല്ലെ. കളകൾ പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ്. അപ്പോ ആ കളകളെ നമ്മൾ പറിച്ചെടുക്കുന്നതോടൊപ്പം അവിടെ പുതിയ വിത്തുകൾ നട്ട് നമുക്ക് അടിപൊളി ഒരു ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു പൂന്തോട്ടം ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു തോട്ടക്കാരന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് ഫാസ്റ്റ് ആയിരിക്കും, ഡീപ്പർ ആയിരിക്കും, കുറെ കാലം നീണ്ടു നിൽക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മളൊരു ഗൈഡഡ് ആയിട്ട് ഹീലിംഗ് എടുക്കൊണ്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഗൈഡഡ് ആയിട്ട് ഒരു ഹീലിംഗ് എടുക്കണം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാല് നമുക്ക് ഒന്നിനെ കുറിച്ചുള്ള ഒരു അറിവില്ല അല്ലെ, ലാക്ക് ഓഫ് നോളജ്. ഇപ്പൊ നമ്മൾ പല സെഷൻ ഇപ്പൊ കുറെ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ കാണും ഇങ്ങനെ ഡെയിലി അഫർമേഷൻസ് പറയാ, ഗ്രാറ്റിറ്റ്യൂഡ് പറയാ, അല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനെ 1 2 3 എന്നൊക്കെ കേൾക്കും. പക്ഷെ എന്ത് ചെയ്യണം, എവിടെ നിന്ന് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്താണ് ഒരു പ്രോപ്പർ ഗൈഡൻസ്, കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഓക്കെ, എവിടെ തുടങ്ങണം നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ നമ്മളൊരു ഗൈഡഡ് ആയിട്ടുള്ള ഒരാളെ ഹെൽപ്പ് നേടുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു തുടക്കവും കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആവും. നമ്മൾ അത് ഫോളോ ചെയ്ത് പോയാൽ മതി എന്നുള്ളതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യം, നമുക്ക് ഉള്ളിൽ ഒരുപാട് ഓൾഡ് പാറ്റേൺസുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പോ നമുക്ക് സ്ട്രെസ് വരുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് പാറ്റേണുകൾ ഉണ്ടാവും. ഇപ്പൊ വേറെ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, നമുക്ക് ഒരിക്കലും ഇഷ്ടമില്ല ദേഷ്യപ്പെടണമെന്നും, പക്ഷെ അതൊരു പാറ്റേൺ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പാറ്റേണുകൾ നമുക്കുള്ള അതൊന്നും നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു അറിവില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ഐസൊലേഷൻ,
പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ഒറ്റപ്പെട്ടതാണ്. ഈവൻ നമ്മളെ കൂടെ മക്കളുണ്ടാവും, പാരന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പാർട്ട്ണർ ഉണ്ടാവും, എന്നാലും നമുക്കൊരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആയിരിക്കും അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഇനിയിപ്പോ നമ്മൾ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്താലും നമുക്കത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. ഓക്കെ, കാരണം നമ്മൾ തുടങ്ങും, എവിടെയെങ്കിലും ചെറിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ അങ്ങ് തുടങ്ങും. പിന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ ആരും ഇല്ലാതാവുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മളെ കൺസിസ്റ്റൻസി അവിടെ ബ്രേക്ക് ആവും എന്നുള്ളതാണ്. അപ്പം പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാട് കാലം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഗൈഡഡ് ആയിട്ട് ഹീലിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ ഇതാണ്. അപ്പോ ശരിക്കും നമ്മൾ പറയും 10 വർഷം നമ്മൾ യാത്ര ചെയ്യേണ്ട ഒരു യാത്ര, അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ട യാത്ര 1 വർഷത്തെ സ്പീഡിലാക്കാൻ പറ്റും നമ്മൾ ഒരു മെന്റർ സപ്പോർട്ട് എടുക്കുന്നതോട് കൂടിയിട്ട്. നമുക്ക് ഡെയിലി ലൈഫില് നോർമൽ ലൈഫിൽ നമുക്ക് ജീവിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എന്നാൽ നമ്മളെല്ലാവരും അബണ്ടൻസും വെൽത്തും മണിയും അടിപൊളി ലൈഫ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ. പക്ഷെ ഇത് എങ്ങനെ ആരോ ഇങ്ങോട്ട് കൊണ്ടുതരും എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. പക്ഷെ ഇവിടെയാണ് നമുക്കറിയാം, നമ്മൾ പാസ്റ്റിൽ ഒരുപാട് വേദനയിലൂടെയും സ്ട്രെസ്സിലൂടെയും ഇതിലൂടെ ഒക്കെ കടന്നുപോയി. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങ് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്. അതിന് വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റോറി അല്ലേ ഈ സിമ്പിൾ, അതല്ലേ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, അപ്പോ പറഞ്ഞ പോലെ നമ്മളെ ബാക്കില് ഒരു ബാഗ് ക്യാരി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഒരു സിബുള്ള ഒരു ബാഗ്. അപ്പോ നമ്മൾ ജനിച്ചത് മുതൽ ഈവൻ നമ്മുടെ മദറിന്റെ വോംബ് സ്റ്റേജ് മുതൽ നമ്മുടെ മദർ ക്യാരി ചെയ്യുന്ന കുറെ ഇമോഷൻസ് ഉണ്ടാവും അല്ലെ. ഈവൻ നമ്മൾ പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മുടെ അമ്മ ക്യാരി ചെയ്തിട്ടുള്ള കുറെ ഇമോഷൻസ് ഉണ്ടാവും, കുറെ പെയിന്, കുറെ പേടി, അല്ലെങ്കിൽ അവരനുഭവിച്ചിട്ടുള്ള കുറെ, അതൊക്കെ നമ്മളെ സോൾ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ നമ്മളെ പുറത്തുള്ള ഒരു ബാഗില് ഓരോ കല്ലുകളായിട്ട് അങ്ങനെ 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 നമ്മൾ അതിനെ സങ്കല്പിക്കാം. മീൻ കുറെ അസൂയ, കുറെ ടെൻഷൻ, കുറെ വറീസ്, കുറെ ബ്ലെയിമിങ്, മാറ്റി നിർത്തപ്പെട്ടല്, കുറെ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഓരോന്നിനും ഓരോ കല്ലുകളായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ട് നമ്മള് ഈ ഒരു കാലം വരെ ഒരുപാട് കല്ലുകൾ പേറിയിട്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലെ. അപ്പോ ഇവിടെ ഹീലിംഗ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ആ ബാഗ് എടുത്ത് കളയുക എന്നുള്ളതല്ല. ഓക്കെ, അവിടെ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചൊക്കെ അറിയണ സമയത്ത് നമ്മൾ ആ ബാഗിന്റെ സിപ്പ് തുറക്കുകയാണ്. ഓക്കെ, നമുക്ക് അവയർനെസ് വന്നു, എന്റെ പുറത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ അതിനെ എടുത്ത് കളയണം എന്നുള്ളത്. ക്ലിയർ. അപ്പോ ഇനി നമ്മൾ ഓരോ ഹീലിംഗ് ചെയ്യുന്നതോടുകൂടി ഓരോ കല്ലുകളാണ് നമ്മൾ എടുത്ത് കളയുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ EFT ചെയ്ത ഒരുപാട് പേരുണ്ട് അല്ലെ. ആ ഒരു 12 ഡേയ്സ് സാറിന്റെ ലൈവ് സെഷനും 30 ഡേയ്സ് മെന്ററുടെ സപ്പോർട്ടോട് കൂടി നമ്മൾ കുറച്ച് കല്ലുകളൊക്കെ എടുത്തു മാറ്റി. പക്ഷെ അതുകൊണ്ട് നമുക്ക് നിവരാൻ പറ്റുമോ അല്ലെ. നമ്മള് കുറെ കല്ല് പേറി നമ്മൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, കാരണം നിവർന്നൊന്ന് നിന്ന് കഴിഞ്ഞാലേ നമുക്ക് എന്താവുള്ളൂ, മുന്നോട്ടേക്ക് സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ, ഓപ്പർച്യൂണിറ്റീസ് കാണുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ടയേർഡാണ്, നമുക്ക് മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഡെയിലി ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും സംഭവിക്കുന്നത്. അപ്പോ ഈവൻ നമ്മളൊരു ഒരു ഗൈഡഡ് ഹീലിംഗ് എടുത്തു കഴിഞ്ഞാലും അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് എല്ലാ കല്ലുകളും എടുത്ത് കളയുന്നത് വരെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ നമ്മുടെ പൊട്ടൻഷ്യലിലേക്കും ഹാപ്പിനെസ്സിലേക്കും ശരിക്കും നമ്മളെ ദൈവം ഒരു സോളായിട്ടാണ് നമ്മളൊരു കുഞ്ഞു കുട്ടിയായിട്ട് ജനിച്ചിട്ടുള്ളത് അല്ലെ. ഒന്നും അറിയില്ല, ബാക്കിയൊക്കെ നമ്മുടെ സൊസൈറ്റി നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. ക്ലിയർ. അപ്പം ഈ സൊസൈറ്റി തന്നിട്ടുള്ള കാര്യത്തെ നമ്മൾ ആ ഒരു ആവശ്യമുള്ളതിനെ നമ്മൾ ആവശ്യമില്ലാത്തതിനെ എടുത്ത് കളഞ്ഞാലല്ലേ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോ EFT ചെയ്തവരാണെങ്കിൽ പോലും കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഓരോ കല്ലുകളെ എടുത്ത് കളഞ്ഞ് ഫ്രീ ആക്കണം. ആ 30 ഡേയ്സോട് കൂടി അത് അവസാനിച്ചാൽ ബാക്കി വെയിറ്റ് അവിടെ കെടുക്കുക. തൽക്കാലം ഒന്ന് നിവരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കണക്ട് ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ EFT എന്ന് പറഞ്ഞാൽ എന്താണ്? EFT എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. അതിനെ നമുക്ക് ടാപ്പിംഗ് തെറാപ്പി എന്ന് പറയും. എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്?
ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ കല്ലുകളും എടുത്ത് കളയുക എന്നുള്ളതാണ് എന്ത് നമുക്ക് ഫ്രീ ആവാനുള്ള ഒരേ ഒരു വഴി, അല്ലേ? കുറെ കാലങ്ങളായിട്ട് അത് കെട്ടി കിടന്ന് പാറായിട്ട് ഉറച്ചു പോയവരൊക്കെ ഉണ്ടാവും, അല്ലെ? ഭയങ്കര റഫ് പേഴ്സണാലിറ്റി, ഭയങ്കര ശരിക്കും നമുക്ക് നമ്മളെ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ എന്തോ ഒരു സംഭവം നമ്മളെ ക്യാരി ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ്. നമുക്കിട്ട് അറിയോ ഇത് ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട് എന്ന്? അതും ഇല്ല, അല്ലെ? അപ്പോ പറഞ്ഞു വരുന്ന ഇവിടെ ഹീലിംഗിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇനി എന്താണ് വെൽനെസ്? വെൽനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നേരെ മറിച്ച് അസുഖം ഇല്ലാത്തൊരവസ്ഥ എന്നല്ല. മനുഷ്യന്മാരാണ്, നമുക്ക് ഡെയിലി ലൈഫിൽ അസുഖങ്ങളും ചിലപ്പോ ഡയബറ്റിക്സ് ആവട്ടെ, ബ്ലഡ് പ്രഷർ, പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? പെട്ടെന്ന് നമ്മൾ സൊല്യൂഷൻ നേടും, അല്ലെ? ഡോക്ടറെ കാണിക്കും, മെഡിസിൻ കഴിക്കും, പ്രോപ്പർ ആയിട്ട് കഴിക്കും, അതിനെ ആ രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ വെൽനെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേജ് ആണ്. ഇപ്പൊ ഈവൻ നമുക്കൊരു അസുഖം വന്നു, ഇറ്റ്സ് ഓക്കെ, നമുക്ക് അസുഖമുണ്ട്, നമ്മൾ ഡോക്ടറെ കാണിക്കുന്നു, മെഡിസിൻ എടുക്കുന്നു, ആ രീതിയിൽ പ്രോപ്പറായിട്ട് പോകുന്നു, ബാക്കി കാര്യങ്ങൾ അതിന്റെ വഴിക്ക് പോകുന്നു. നമ്മൾ കണ്ടില്ലേ, ഒരുപാട് ക്യാൻസർ പേഷ്യന്റ് ആവട്ടെ, കിഡ്നി പേഷ്യൻസ് ആവട്ടെ, അടിപൊളിയായിട്ട് ലൈഫ് വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇൻസ്പയറിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്ന എത്ര പേരുണ്ട്, അല്ലെ? അതൊക്കെ എന്താ? അതാണ് വെൽബീയിങ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു പാർട്ടാണ്. ഇറ്റ്സ് ഓക്കെ. ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളെ ഉള്ളിലുള്ള ഈ കല്ലുകളൊക്കെ പെറുക്കി എടുത്ത് വലിച്ചെറിഞ്ഞ് കളയണം എന്നുള്ളതാണ്. ഓക്കെ. ദെൻ ഈ EFT എങ്ങനെയാണ് നമ്മള് ലൈഫിൽ അധിക പേർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ഞാൻ നമ്മുടെ ഒരു ഏരിയ EFT ആയതുകൊണ്ട് ആ ഒരു ഹീലിംഗ് പ്രോസസ്സിനെ കുറിച്ച് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് ചെറിയൊരു കുഞ്ഞു ഹീലിംഗ് പ്രാക്ടീസും കൂടി ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പം ഹീലിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ടാപ്പിംഗ് തെറാപ്പി ആണെന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അക്യൂപ്രഷർ പോയിന്റുകൾ ഉണ്ട് നമ്മുടെ ശരീരത്തില്. ഇവിടെ കരാട്ടെ ചോക്ക് പോയിന്റ്, ടോപ്പ് ഓഫ് ദ ഹെഡ്, സൈഡ് ഓഫ് ദ ഐസ്, അതേപോലെ തന്നെ എന്താ പറയാ, കണ്ണിന് താഴെ, അതേപോലെ മൂക്കിന് താഴെ, അങ്ങനെ കുറച്ച് അക്യൂപ്രഷർ പോയിന്റ്സുകൾ ഉണ്ട്. ഓക്കെ. അവിടെ നമ്മള് മൈൻഡ്ഫുൾ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മളെ പറഞ്ഞ പോലെ ചില അഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മളെ ഉള്ളിലുള്ള കെട്ടിക്കിടക്കുന്ന സ്ട്രെസ്സിനെയും ആൻസൈറ്റിനെയും ഒരുപാട് വേണ്ടാത്ത ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും, അല്ലെ? അതിനൊക്കെ എടുത്ത് കളയുന്ന, വേരോടെ എടുത്ത് കളയുന്ന ഒരു പ്രോസസ്സാണ് EFT എന്ന് പറയുന്നത്. വെരി ഫാസ്റ്റ് ചേഞ്ച് ആണ്. നമുക്ക് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഇനിയിപ്പോ എന്താണ് EFT ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മളെ സ്ട്രെസ് അങ്ങ് റിലീസ് ആക്കി കളയും. ഓക്കെ. കാരണം ഇപ്പൊ നമ്മൾ കുറെ ബ്രീത്ത് എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മൾ ഡെയിലി ചെയ്താലും അത് അപ്പത്തെ ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടാവുള്ളൂ. ഓക്കെ. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താ പറയാ, ഇൻസ്റ്റന്റ് ആയിട്ട് അതങ്ങ് പോവാണ്, കല്ലങ്ങ് പാറി പോവാണ് എന്നാണ് അർത്ഥം. ഓക്കെ. ദെൻ അത്രയും ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഓൾഡ് പാറ്റേണിന്, നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് അറിയില്ല നമ്മൾ എന്തുകൊണ്ടാ ദേഷ്യപ്പെടുന്നതെന്നൊന്നും, പക്ഷെ അതൊരു പാറ്റേൺ ആയിട്ട് മാറി. ഈവൻ ആ സെയിം സിറ്റുവേഷൻ വന്നാൽ നമ്മൾ പിന്നെയും ദേഷ്യപ്പെടും, അല്ലെങ്കിൽ സെയിം സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന എന്താ കാര്യമാണോ അത് നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോ നെഗറ്റീവ് ഇമോഷൻസിനെയും ഓൾഡ് പാറ്റേണിനെയും ഒക്കെ പെട്ടെന്ന് റിലീസ് ആക്കാൻ പറ്റും ഈ ഒരു EFT ടാപ്പിങ്ങിലൂടെ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടും. ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ അടക്കം അധിക പേരും നമ്മളൊരു ക്ലാരിറ്റി കിട്ടാതെ പോണ ഒരു കണ്ടീഷൻ ഉണ്ട്, അല്ലെ? ഇനിയിപ്പൊ എന്താ ചെയ്യാ, പ്രശ്നം മൊത്തം പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, എവിടെ നോക്കിയാലും പ്രശ്നം, അല്ലെ? എന്നാൽ എന്താ ഇതിനൊരു പരിഹാരം? ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടൂല. പിന്നെയാണ് നമ്മൾ ആരോടെങ്കിലും ചോദിക്കുക. അപ്പൊ അവരേ പ്രശ്നത്തിൽ നടക്കുന്ന ആളുകളെ ആ പ്രശ്നത്തിൽ നിന്നാണ് നമുക്ക് ഉപദേശം തരുന്നത്, അല്ലെ? അപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, നമ്മളൊരു പ്രശ്നം വരുന്നു, ഓക്കെ, ഇതെങ്ങനെയാണ്, സോ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ നേരെ പിന്നെ നമ്മൾ എന്താ നോക്കുന്ന, പ്രശ്നങ്ങളിലേക്ക് നോക്കുന്നതിന് ഇതിനിപ്പോ എന്താ പരിഹാരം ചെയ്യാൻ പറ്റുക? ഒരു അസുഖം വന്നു, ഒരു മാറാവ്യാധി വന്നു, അല്ലെങ്കിൽ വലിയൊരു കടബാധ്യത വന്നു, നമ്മൾ ഡൗൺ ആവുന്നതിന് പകരം ഓക്കെ ഇതിങ്ങനെ സംഭവിച്ചു, ഇനിയിപ്പോ എന്താ അവിടെ ചെയ്യാൻ പറ്റുക? അത് ആ പ്രശ്നവും സൊല്യൂഷനും തമ്മിലുള്ള ദൂരം എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മൾ സ്ട്രെസ് അടിച്ച് കയറ്റും എന്നുള്ളതാണ്, അല്ലെ? അപ്പോ ആ ദൂരം കുറക്കാൻ നമുക്ക് പറ്റും. പ്രോബ്ലംസ് നമ്മൾ മരിക്കുവോളം നമ്മളെ ലൈഫിൽ വരും.
നമ്മൾ വളരുന്നതിനനുസരിച്ച് വലിയ വലിയ ചാലഞ്ചസ് നമ്മളെ ലൈഫിലേക്ക് വരും. അതിനെ നമ്മൾ ഈസി ആയിട്ട് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഹീലിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമുക്ക് ഒരു സ്ഥിരത കിട്ടും. അതേപോലെ തന്നെ ഫ്യൂച്ചർ ചാലഞ്ചസിനെ ഈസി ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോ അതിനെ നമ്മൾ ഒരു സ്റ്റോറിയിലേക്ക് കണക്ട് ചെയ്ത് പറയാം. ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിനെ നമുക്കൊരു ഒഴുകുന്ന പുഴ പോലെ നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ എനർജിയിൽ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പറയണോ, മൈൻഡിന് എന്തെങ്കിലും കൊടുക്കണോ, ഇവൻ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ പാട്ട് പാടാനോ അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻസ് ചെയ്യാൻ നമ്മൾ മൈൻഡിനോട് പറയൊന്നും വേണ്ട അല്ലേ, ബ്രഷ് ചെയ്യാനൊന്നും. നമുക്കത് അറിയാം, അതൊരു ഫ്ലോയിൽ അങ്ങനെ റിവർ പോലെ പോകുന്നുണ്ട് ഡെയിലി. പക്ഷേ ചില സിറ്റുവേഷൻ, ചില പെയിൻഫുൾ എക്സ്പീരിയൻസ് നമ്മളെ ലൈഫിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെടുക അല്ലെങ്കിൽ മരണം സംഭവിക്കുക, അല്ല പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് നമ്മളെ ലൈഫിൽ വരുന്ന സമയത്ത് അവിടെ ആ ഒഴുക്കിനൊരു ബ്ലോക്ക് വരികയാണ്. പിന്നെ ആ ഒഴുക്ക് അവിടെ നിൽക്കുക. അങ്ങനെ കുറച്ചിങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒഴുകുന്നല്ലാണ്ട് ആ ഫ്ലോ നമുക്ക് അവിടെ നിന്നു പോകും. അങ്ങനെ എത്ര ഫ്ലോ നിന്നു പോയി നമ്മൾ നിശ്ചലമായിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലെ? പക്ഷെ ഇവിടെ EFT വരുന്ന സമയത്ത് ആ ബ്ലോക്കേജിനെ അങ്ങോട്ട് റിമൂവ് ചെയ്ത് നമ്മുടെ ഫ്ലോ അങ്ങ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു എക്സസൈസ് ആയാലോ, ഒരു തെറാപ്പി EFT സിമ്പിൾ ആയിട്ടുള്ള. എല്ലാവരും റെഡി ആണോ? ഹോപ്പ് യു ആർ എൻജോയിങ് ദിസ് സെഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ആവോ? ഹലോ, ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാരും ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ലൈഫിൽ വർക്കിലാവാം, റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ ഈവൻ സ്റ്റുഡൻസ് ആണെങ്കിൽ എക്സാം കാര്യങ്ങള് പല രീതിയിലും ഭയങ്കര സ്ട്രെസ്സിൽ പോവുമായിരിക്കും നമ്മൾ, അല്ലെ? അല്ലെങ്കിൽ യെസ്റ്റർഡേ തന്നെ നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രെസ് നമുക്ക് ഉണ്ടാവും പറയാൻ വേണ്ടിയിട്ട്. അപ്പോ ശരിക്കും നിങ്ങളൊന്ന് കൂളായിട്ട് ഇരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ചെയ്യാം. ഓക്കെ, 4 സെക്കൻഡ് ഇൻഹെയിൽ ചെയ്യുക, 4 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യുന്നു, 6 സെക്കൻഡ് വെച്ചിട്ട് അതിനെ റിലീസ് ചെയ്യുന്നു. എന്റെ കൂടെ ചെയ്യാം. 3 ടൈംസ് നമുക്ക് ആ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. Breathing, hold on and breathe out. ഇനി ആ ഒരു ടൈമിങ് നിങ്ങൾക്ക് അതായത് 4 സെക്കൻഡ് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മള് വിരല് വെച്ചിട്ട് 1 2 3 4 ഓക്കെ പോലെ ഇങ്ങനെ നമ്മൾ ചെയ്യാട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ബ്രീതിങ്, ഹോൾഡ് ഓൺ, ബ്രീത്ത് ഔട്ട്, ബ്രീതിങ്, hold on, breathe out, breathe in, breathe out, hold on and breathe out. ഇനി ഇന്നലത്തേക്കൊന്ന് പോവാം. യെസ്റ്റർഡേ, ഓക്കെ, ഇന്ന് മോർണിംഗ് ആയതല്ലേ ഉള്ളൂ അല്ലെ? ആ യെസ്റ്റർഡേയിൽ പോയിട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കുഞ്ഞു സ്ട്രെസ് അല്ലെങ്കിൽ കുഞ്ഞൊരു വേദന അല്ലെങ്കിൽ കുഞ്ഞായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻസിഡന്റ്, അധികം ടൈമില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ജസ്റ്റ് പറയുന്നത്. ഓക്കെ, ദെൻ ആ ഒരു വേദന എടുക്കുക. എല്ലാരും എടുത്തോ? ചിലപ്പോ എന്തെങ്കിലും ടെൻഷൻ ആവാം, ചിലപ്പോ എന്തെങ്കിലും. ഓക്കെ, എടുത്തു എന്ന് വിചാരിക്കുന്നു. ജോസഫ് സർ എടുത്തു. ഓക്കെ, ശരി. ദെൻ അതിന്റെ ഇന്റൻസിറ്റി ഒന്ന് മെഷർ ചെയ്യുക. ഇന്റൻസിറ്റി എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ പറയില്ലേ, എടാ നിനക്ക് നല്ല വേദന ഉണ്ടോ? ഉണ്ട്. എത്ര നല്ലോണം ഉണ്ടോ? 100% വേദന ഉണ്ടോ?
ഇല്ല, ഒരു 75 അല്ലെ 80 അല്ലെങ്കിൽ 90 എന്നൊക്കെ പറയും അല്ലെ. അതേപോലെ നമ്മൾ അത് 10 എടുക്കുകയാണെങ്കിൽ ആ പെയിൻ എത്ര ഇന്റൻസിറ്റി ഉണ്ടാവും എന്ന് നോക്കാം. ഉള്ളവരൊന്ന് പറ്റുന്നവർ ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ മൈൻഡിൽ വിചാരിച്ചാൽ മതി. ഓക്കെ. എന്നിട്ട് നിങ്ങളെ കൈ ഇതാ നമ്മളെ ഹൃദയത്തിന്റെ മേലെ വെച്ചിട്ട് പറയാ, ഈവൻ ദോ ഐ ഫീൽ ദിസ് സ്ട്രെസ്, I deeply and completely love and accept myself. Even though I feel this stress, I deeply, completely love and accept myself. Even though I feel this stress, I deeply and completely love and accept myself. എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു വേദന ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ എന്നെ ആഴത്തിലും അഗാധമായിട്ടും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ഉൾക്കൊള്ളുന്നു. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് വളരെ വേദനയോടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് നമ്മളെ അടുത്തേക്ക് വരുമ്പോ ആള് ഇല്ലടാ, എനിക്ക് നിന്നെ ഇഷ്ടാ, അല്ലെങ്കിൽ എനിക്ക് നിന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞ ഒരാള് നമ്മളെ അപ്പൊ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ നമ്മളെ പ്രശ്നങ്ങൾ അവിടെ പോകൂലേ? അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയിന് വരുന്ന സമയത്ത് നമ്മളോട് പറയാ, എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടാടാ, ഞാൻ എന്നെ ഉൾക്കൊള്ളുന്നു എന്ന് പറയാം. ഓക്കെ, അങ്ങനെ 3 ടൈംസ് പറഞ്ഞോ. ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു അക്യൂ പ്രഷർ പോയിന്റ്സ്, ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് EFT വന്നാൽ പഠിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അത് ആദ്യം കരാട്ടെ ചോപ്പ്. ഓക്കെ, ദെൻ ടോപ്പ് ഓഫ് ദ ഹെഡില് ടാപ്പ് ചെയ്യുന്നു, ഇങ്ങനെ എന്റെ കൂടെ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് പറയാം. ദെൻ നമ്മുടെ ഇതാ ഈ പുരികത്തിന്റെ ഇവിടെ ടാപ്പ് ചെയ്യുന്നു. പിന്നെ സൈഡ് ഓഫ് ദ ഐസ്, ദെൻ ഡൗൺ ദ ഐസ്, അത് കണ്ണിന്റെ താഴെ, മൂക്കിന്റെ താഴെ, ദെൻ ഇവിടെ അണ്ടർ ദ ലിപ്പ്, അതേപോലെ തന്നെ കോളർ ബോണില്, അതേപോലെ നമ്മുടെ ഇത്രയും പോയിന്റ്സ് മതി, അധികം കൂടുതൽ ടൈം ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ ടാപ്പ് ചെയ്യാം, ആ പ്രോബ്ലം മനസ്സിൽ വിചാരിക്കുക. ദെൻ ഞാൻ പറയുന്ന പോലെ ചെയ്തതിന്റെ കൂടെ ചെയ്താൽ മതി. ഓക്കെ, I choose to release this stress. I am safe. I am calm. I choose to release this stress. I am safe. 3 times പറയാം ഓരോ പോയിന്റിലും ടാപ്പ് ചെയ്യുന്ന സമയം. I choose to release this stress. I am safe. I am calm. I choose to release this stress. I am safe. I am calm. Then top of the head, I choose to release this stress. I am safe. I am calm. I choose to release this stress. I am safe. I am calm. I choose to release this stress. I am safe. I am calm. Release, relax. Release, relax. The side of the eyes. Release, relax. Release, relax. I choose to release this stress. I am safe. I am calm. I choose to release this stress. I am safe. I am calm. I choose to release this stress. I am safe and I am calm. Then under the nose, I choose to release this stress. I am safe. I am calm. I choose to release this stress. I am safe. I am calm. I choose to release this stress. I am safe and calm. Then breathe in, breathe out. Breathe in, breathe out 3 times. Breathe in, breathe out. Take a deep breath and breathe out. Okay. Then under the lip, even though I have this problem, I have this stress, I deeply, completely love and accept myself. Even though I feel this stress, I deeply and completely love and accept myself. Even though I feel this stress, I deeply and completely love and accept myself. Then I choose to release this stress. I am safe. I am calm. I choose to release this stress. I am safe. I am calm. I choose to release this stress. I am safe and I am calm. Then at the end of the point, karate chop close ചെയ്യാ. Then നമുക്ക് ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായതിന് യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാം. Then kindly നമുക്കത് നേരെ ഒന്ന് റബ് ചെയ്തിട്ട് എനർജി മുഖത്തൊക്കെ ഒന്ന് ഫീൽ ചെയ്യാം. എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? ഒന്ന് ആ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടോ? എന്താണ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാ മതി. റിലാക്സ്ഡ് ആണോ? ഒരു തമ്പ് തരൂ. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അധികം പേരും നമ്മുടെ EFT
നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ടീമായിട്ട് ചെയ്യുമ്പോൾ ഹീലിംഗ് ഒരു ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് എനർജി, എല്ലാവരുടെ എനർജി അവിടെ വർക്കാവും. സോ പെട്ടെന്ന് നമുക്ക് ഹീലിംഗ് നടക്കും എന്നുള്ളതാണ്. ഇറ്റ്സ് എ സിമ്പിൾ ടെക്നിക്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഹീലിംഗിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇനി ഹീലിംഗ് എന്തിനാണ് നമ്മൾ ചെയ്യണത്, ഈ ഹീലിംഗിലൂടെ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്, അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹീലിംഗ് എങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാം. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഹീൽ ചെയ്യാതെ ഒറ്റയ്ക്ക് ഹീൽ ചെയ്യാൻ പ്രയാസപ്പെടുന്നത്, എന്തുകൊണ്ടാണ്, എന്തിനാണ് ഒരാളുടെ ഗൈഡഡ് ആയിട്ടുള്ള ഹീലിംഗ് എടുക്കുന്നത്, നമുക്ക് അറിയില്ല. ഇപ്പോഴും നമുക്ക് അറിയില്ല നമ്മളെ പുറത്ത് ആ ഒരു ബാഗ് നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അല്ലെ? പക്ഷെ അത് ആരെ ക്യാരി ചെയ്യുന്നത്? ഈവൻ ജോസഫ് സാറോ റഫീഖ് സാറോ ഒന്നും അല്ല, അല്ലെങ്കിൽ നെയ്സിലെയോ അല്ല അത് ക്യാരി ചെയ്യുന്നത്, നമ്മുടെ സോളാണ്, അല്ലെ? ആ പെയിനും കൊണ്ട് ആള് പേറി ഇങ്ങനെ നടക്കുമ്പോൾ ആൾക്കൊന്ന് നിവർന്ന് നടന്നാലല്ലേ ഈ ലോകം കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഓപ്പർച്യൂണിറ്റീസ് കാണാനും ഒക്കെ പറ്റുള്ളൂ. പക്ഷെ കാണാൻ നമ്മൾ അനുവദിക്കണ്ടേ, അതിന്ന് ആളൊന്നും മോചിപ്പിക്കണ്ടേ? ഡേ ബൈ ഡേ കല്ല് നിറച്ചുകൊണ്ടിരിക്കുക നമ്മള്. ഓക്കെ, അപ്പോ നമ്മൾ ഹീലിംഗ് പ്രോസസ്സിലൂടെ പോകുമ്പോ പിന്നെ ആ സിബ് അങ്ങ് ക്ലോസ് ആയി, അല്ലെ? നമുക്കറിയാം ഒരു സ്ട്രെസ് വന്നാൽ ഇൻസ്റ്റന്റ്ലി അതിനെ എടുത്ത് കളയാൻ നമുക്കറിയാം. കല്ലിനെ നമ്മൾ ആ ബാഗിലേക്ക് കയറ്റൂല. ഓക്കെ, അപ്പോ പറഞ്ഞ പോലെ ശരിക്കും പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് EFT വെച്ചിട്ട് നമ്മൾ എങ്ങനെ ആ കല്ലുകളെ എടുത്ത് കളയാമെന്ന് മനസ്സിലായി. ഇങ്ങനെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട്. EFT ബേസിക് ആവട്ടെ, EFT അഡ്വാൻസ് ആവട്ടെ, അതേപോലെ തന്നെ ഇനിയിപ്പോ ഇനി നിവർന്ന് നിന്ന സോളാണെങ്കിൽ ആൾക്ക് ഇനി മുന്നോട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ അടുത്ത് ഒരു ഐഡിയാസ് ഉണ്ട്, അതിനെ ബിസിനസ് ആയിട്ട് മാറ്റാൻ CBM പ്രോഗ്രാമുകൾ ഉണ്ട്, 1% ക്ലബ് ഉണ്ട്. ഇവൻ നമുക്ക് ഭയങ്കര സക്സസ്ഫുൾ ആവണം, അല്ലെങ്കിൽ മില്യണർ ആവണം, ബില്യണർ ആവണം, അല്ലെ? ഒക്കെ ആഗ്രഹം ഉണ്ട്, അല്ലെ? മറ്റുള്ളവർ പോർഷയിലും പിന്നെ വലിയ ഓഡിയിലൊക്കെ നടക്കുമ്പോൾ നമുക്കും ആഗ്രഹമുണ്ട് ഒന്ന് പോയിക്കൊള്ളാന്ന്. പക്ഷെ എന്തോ നമ്മളെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് മനുഷ്യന്മാര് ഇപ്പൊ താജ്മഹൽ മുതല് പറഞ്ഞ പോലെ ബുർജ് ഖലീഫ വരെ ദൈവം ഇവിടെ സൃഷ്ടിച്ചതൊന്നും അല്ല. പല മനുഷ്യന്മാരെ മനസ്സിൽ ഉണ്ടായിട്ട് അവര് സൃഷ്ടിച്ചെടുത്തതാണ്, അല്ലെ? പക്ഷെ നമ്മളെ മനസ്സിൽ അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ ഉള്ളിലുള്ള കളകളൊക്കെ പറിച്ചു കളഞ്ഞ് പുതിയ വിത്ത് നടണ്ടേ, അല്ലെ? അതിനാണ് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത്. നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ് ആണ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹീലിംഗിലൂടെ നമ്മൾ കടന്നുപോയി കഴിയുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് താങ്ക് യു സോ മച്ച് സർ. ദെൻ ഈ ഹീലിംഗിലൂടെ നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ നമ്മൾ അങ്ങ് ഫ്രീ ആയി. പിന്നെ നമുക്ക് ബുർജ് ഖലീഫിന്റെ മേലേക്ക് എന്തെങ്കിലും ഉണ്ടോ, അതും നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, അത് നമ്മൾക്ക് അറിയില്ല നമ്മളുടെ പവർ എന്താണെന്നുള്ളത്. സോ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിനെ ഫോളോ ചെയ്യുക. മെഡിറ്റേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ഹീലിംഗ്. എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് EFT ബാച്ച് വരുന്നത് അടുത്ത മാസം 15-ാം തീയതിയാണ്. എല്ലാവരും ഡിസിഷൻ എടുക്കുക. ഹീലിംഗ് എന്ന് പറയുന്നത് ആരും നമ്മളെ അടുത്തേക്ക് കൊണ്ടുവരൂല. നമ്മളെ പ്രശ്നങ്ങൾ അറിഞ്ഞ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് എന്നാണോ അന്നാണ് നമ്മുടെ ഹീലിംഗ് സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, എന്നാണ് ഹീലിംഗ് സ്റ്റാർട്ട് ആവുന്നത് ഞാൻ പറയാം. ഓക്കെ, ഹീലിംഗ് സ്റ്റാർട്ട് ആവുന്നത് നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ സോൾ ഇങ്ങനെ കല്ല് ക്യാരി ചെയ്യുന്നുണ്ട് എന്ന് നമുക്കൊരു ബോധം വന്ന് നമ്മൾ ഡിസിഷൻ എടുക്കുകയാണ്. ഓക്കെ, എനിക്ക് ഹീലിംഗ് വേണമെന്ന് ഡിസിഷൻ എടുക്കുന്ന ആ പോയിന്റിൽ നമ്മളെ ഹീലിംഗ് സ്റ്റാർട്ടായി. ഓക്കെ, പിന്നെ നമുക്ക് അതിലേക്കുള്ള വഴി തുറന്നു വരുന്നുള്ളതാണ്. കേട്ടിട്ടില്ലേ, നാം തേടുന്നത് എന്തോ നമ്മയും തേടുന്നുണ്ട് എന്നുള്ളത്. സോ ആ പോസിറ്റീവില് മുന്നോട്ട് പോവുക. നെക്സ്റ്റ് ബാച്ച് വരുന്നത് 8,000, അതിന്റെ ഒരു പേയ്മെന്റ് 10,000 ആണ്. അത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ടീം മെമ്പറുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പൊ അത് ബേസിക് ആണ്. ഞാൻ പറഞ്ഞു ബേസിക് EFTയിൽ എന്താ സംഭവിക്കുന്നത്, ആ സിബ് അങ്ങ് തുറന്ന് കുഞ്ഞു കുഞ്ഞു മേലെയുള്ള കല്ലുകളൊക്കെ എടുത്ത് കളയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അഡ്വാൻസിലേക്ക് വരുമ്പോ എന്താ ചെയ്യണമെന്ന് അറിയോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഡ്വാൻസിലേക്ക് വരുന്ന സമയത്ത് ഷാഫി സാറ് ആ കല്ലുകളൊക്കെ എടുത്ത് അങ്ങ് പൊടിച്ച് കളയുക. എടുത്തു കളയല്ല, പൊടിച്ച് കളയുക. അതിനെ നൈസാക്കി തരും. ദെൻ നമ്മൾ കൺസിസ്റ്റന്റ് പ്രാക്ടീസിലൂടെ അതിനെ അങ്ങനെ എടുത്തു കളഞ്ഞാൽ മതി. ഒരാൾ എടുത്തു കളയാൻ നമ്മൾ തന്നെ എഫേർട്ട് ഇടണം. ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാനേ നമ്മളെ പറ്റുള്ളൂ, അല്ലെ? തോട്ടക്കാരന് നമ്മളെ ഗൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം പറഞ്ഞ പോലെ ആ ഒരു ബാക്കിയുള്ളത് നമ്മുടെ എഫേർട്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാവരും ഓക്കെ ആ ഒരു ജേർണിയിലേക്ക് വരിക. നമ്മളെ സോളിനെ ഫ്രീ ആക്കുക. എക്സ്പ്ലോർ ദ വേൾഡ്, എൻജോയ് ദ വേൾഡ്.
ഓക്കെ. ദെൻ അഡ്വാൻസ് EFTയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് ഇല്ലാണ്ടായിപ്പോവും. പറഞ്ഞ പോലെ നമ്മുടെ പുറംഭാഗത്ത് ആ വെയിറ്റ് ഒക്കെ ഒന്ന് നമ്മളൊന്ന് നിവർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ നമ്മൾ കാണുന്നതിനോടൊക്കെ നമുക്ക് സ്നേഹമായിരിക്കും, നമുക്ക് പരാതികളില്ല, നമ്മള് ഒരു പീസ്ഫുൾ മൈൻഡ് ആയിരിക്കും എപ്പോ നോക്കിയാലും. ഇനി നമ്മളെ മുന്നിൽ വലിയ പ്രശ്നങ്ങൾ നമ്മളെ മുന്നിൽ നടന്നാലും നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ അതിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാം അല്ലെ. ഒന്ന് ശരിക്കും തലശ്ശേരി ബിരിയാണി എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാല് അത് പോയി കഴിച്ചു നോക്കുന്ന് പറയണം. അല്ലാണ്ട് നമ്മള് പറഞ്ഞ പോലെ കഴിക്കാണ്ട് നമുക്കത് പറയാൻ പറ്റുമോ? ആ ടേസ്റ്റിന് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് നമുക്കറിയില്ല. അപ്പൊ ലൈഫിൽ വൺ ടൈം എങ്കിലും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ചെയ്യുക. ദെൻ എന്നിട്ട് നിങ്ങളുടെ പർപ്പസ് ഉണ്ടാവും. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചതിനൊരു കാരണമുണ്ട് അല്ലെ. ദൈവം നമ്മളെ സൃഷ്ടിപ്പിന്റെ മുന്നിൽ ഒരു പർപ്പസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് അറിയില്ല. അത് അറിഞ്ഞവർ അത് അടിപൊളിയായിട്ട് ചെയ്യും. ഇപ്പൊ കണ്ടിട്ടില്ലേ പല വ്ളോഗേഴ്സും പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അവരവരുടെ സോളിന്റെ പർപ്പസ് കണ്ടെത്തി അവള് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുക. അവർ കഷ്ടപ്പെട്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെ വർക്കൊക്കെ എന്താ കഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യണം. എന്താ നമ്മളെ പർപ്പസ് മനസ്സിലാക്കിയിട്ടില്ല. ഓക്കെ. അപ്പൊ ആ പർപ്പസ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് നമുക്ക് പിന്നെ ഈസി, ദർ ഇസ് നോ ബാരിയേഴ്സ് അല്ലെ. ആ പുഴ പോലെ നമുക്ക് ഒഴുകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ. ഹോപ്പ് യു ആർ എൻജോയിങ് ദിസ് സെഷൻ. ഓക്കെ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കി ഹീലിംഗിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇനി നമുക്കറിയാം നമ്മളെ നെക്സ്റ്റ് അഡ്വാൻസ് EFT ഈ 27th ഹോട്ടൽ അപ്പോളോ ഡിമോറയിൽ നടക്കുന്നുണ്ട്. 27, 28, 29 ഡിസിഷൻ എടുക്കുക. കല്ല് പേറി നടക്കണോ അതോ ഫ്രീ ആയിട്ട് പറന്ന് നടക്കണോ? അതിനൊരു പറഞ്ഞ പോലെ നമുക്ക് ഏജ് പ്രശ്നമല്ല അല്ലെ. നമ്മുടെ തീരുമാനമാണ് ഫസ്റ്റ്. ആ പോവാനുള്ള തീരുമാനം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു മെന്റർ സപ്പോർട്ട് എടുക്കുക. എനിക്ക് അവിടെ എത്താൻ എന്താ ചെയ്യേണ്ടത്? ഓക്കെ. ആ രീതിയിൽ നിങ്ങൾ ഗൈഡൻസ് നോക്കുക. ദെൻ ചെയ്യുക. ദെൻ അപ്പൊ നിങ്ങളിലേക്ക് യൂണിവേഴ്സിൽ ഡോർ ഓപ്പൺ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ. അഡ്വാൻസിന്റെ ഫീ 39,000 ആണ്. അതിന്റെ ഇനി എന്തെങ്കിലും അതില് ഓഫർ പ്രൈസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്യുന്ന ടീം മെമ്പറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ. ദെൻ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞ പോലെ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം നമ്മളിപ്പോ പറഞ്ഞു കല്ലുകൾ എടുത്തു കളഞ്ഞു, 30 days കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പൂട്ടിയിട്ടാലും പിന്നെയും നമ്മളത് ആ വേദന ചുമക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓരോ ദിവസവും ഓരോ കല്ലുകൾ എടുത്ത് എറിഞ്ഞ് കളയുക. അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും. ഓക്കെ. അങ്ങനെ എടുത്ത് കളയുമ്പോൾ നമ്മൾ 32 വർഷം ജീവിച്ച ആളാണെങ്കിൽ ആ 32 വർഷത്തെ ട്രോമാസും പെയിനുകളും നമ്മൾ പേറി നടക്കുന്നുണ്ട്. അപ്പം അത് ഓരോ ദിവസവും ഒന്നെങ്കിലും എടുത്ത് കളഞ്ഞാലല്ലേ അതിന്റെ വെയിറ്റ് നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ സാറ് അറിഞ്ഞു ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ എവിടെയും ആ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റൂല. സിൽവർ മെമ്പർഷിപ്പ് എന്ന് പറയും അല്ലെ. എന്താണ് സിൽവർ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഈ ഒരു ഇൻസ്പേഴ്സ് അക്കാദമി എത്ര കാലം ഉണ്ടോ അത്രയും കാലം നിങ്ങൾക്ക് ഹീലിംഗിൽ തുടരാം. EFT ബേസിക്കൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഇനിയിപ്പോ നമ്മൾ നിവർന്നു കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ ഒക്കെ വേണമല്ലേ മുന്നോട്ട് പോവാൻ. അതിന് മൈൻഡ് പവറിന്റെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 റെക്കോർഡിങ്സും അതേപോലെ തന്നെ നമുക്ക് നീട്ടിവെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനൊക്കെ ഉള്ള ടൈപ്സ് ഓഫ് കോഴ്സസിന്റെ ഒരു ബണ്ടിൽ തന്നെ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്റൻഷൻ എന്താന്ന് ഇൻസ്പേഴ്സ് അക്കാദമിയുടെ ഇന്റൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ഫാമിലി ഒരു ഹീൽഡ് സോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പൊ ഫാമിലിയിൽ പ്രശ്നങ്ങൾ കുറക്കൂലേ. ഇപ്പോ ഒരു ഫാദർ മദർ ചിൽഡ്രൻസ് ഉള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫാദർ ഹീൽഡ് ആണെങ്കിൽ ആ ഫാമിലിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എന്താണ് അവിടെ മക്കള് സേഫ് ആണ്, മക്കൾക്ക് ട്രോമ ഫ്രീ ആണ്. ആ ഒരു അവയർനെസ്സിൽ നിന്നാണ് പാരന്റ് ഗൈഡ് ചെയ്യുക. അങ്ങനെ എല്ലാ ഫാമിലി അങ്ങനെ ആവുമ്പോ നാട്ടിലെ പ്രശ്നങ്ങളോ സൂയിസൈഡോ സ്ട്രെസ് അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും അല്ലെ. അപ്പോ നമ്മുടെ ഒരു വിഷൻ തന്നെ ഒരു ഹീൽഡ് സോൾ ഇൻ എ ഫാമിലി എന്നുള്ളതാണ്. ഓക്കെ. അപ്പം പറ്റുന്നവര് മറ്റുള്ളവരെ സഹായിക്കുക. ഇതൊരു ചാരിറ്റിയാണ്. നമ്മളൊരു ഒരു സൊസൈറ്റീനെ ഒരു ജനറേഷനെയാണ് നമ്മൾ രക്ഷപ്പെടുത്തണം എന്നുള്ളത്. ഓക്കെ. അതും കൂടെ മനസ്സിലാക്കുക. ദെൻ പറഞ്ഞ പോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ
തീർച്ചയായിട്ടും ഈ ലോകത്ത് സക്സസ്ഫുൾ ആവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഒരു സീക്രട്ട് ഫസ്റ്റ് ഡേ ഞാൻ ഷാഫ് സാറ് സെഷനിൽ ഇരുന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കഴിച്ചില്ലാവും എന്ന് പറയില്ലേ, സക്സസ്ഫുൾ ആവും. ആ ഒരു മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എപ്പോഴും ഒരു ഹെൽപ്പിങ്. ഈവൻ നമ്മൾ വിശ്വാസികളാണെങ്കിൽ, ഈ ലോകത്തുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഖുറാനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും ഭഗവത്ഗീതയിലൊക്കെ ഇത് പറയുന്നുണ്ട്. ഓക്കെ, കോഴ്സ് ഡീറ്റെയില് ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ കണക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ടൈം ഒരുപാട് ഡിലേ ആയെന്ന് തോന്നുന്നു. നമുക്ക് ഇനി അടുത്ത സെഷനിൽ കാണാം. പറഞ്ഞ പോലെ കല്ലുകളെല്ലാം പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവുക. ദെൻ ലൈഫ് എൻജോയ് ചെയ്യുക. സ്റ്റേ ബ്ലെസ്ഡ്, ബി ഹാപ്പി, ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടോ, ഡൗട്ട്സ് എന്തെങ്കിലും, പറഞ്ഞ സെഷനിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹലോ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും എൻജോയ് ചെയ്തോ? ഒരു അവയർനെസ് കിട്ടിയോ? ഒന്ന് പറയാവോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ മറിയംത, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. ശരി, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ, 1 മിനിറ്റ്. ആക്ച്വലി ഇതിനെ 1 മിനിറ്റ് പ്ലീസ് ഹോൾഡ്. ഓക്കെ, ഇവിടെ പറ്റുന്നില്ല കേട്ടോ എനിക്ക് ഇത് എനാബിൾ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ റോണ്ടാബേന്റെ ഒരു ബുക്ക് ഉണ്ട്, മാന്ത്രികം എന്ന് പറഞ്ഞിട്ട്, ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചിട്ട് യെസ് ഡെഫിനറ്റ്ലി ആ ബുക്ക് വെച്ചിട്ട് 28 ഡേയ്സിന്റെ ഒരു പ്രാക്ടീസ് ആണത്. ഓക്കെ, താങ്ക് യു സോ മച്ച് അഷ്റഫ് സർ. അതിന്റെ ഒരു പ്രാക്ടീസ് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും ഫോളോ അപ്പ് ചെയ്യോ? ഓക്കെ, അതെങ്ങനെയായിരിക്കും? ഡെയിലി ഓരോ പ്രാക്ടീസസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകാം. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അവരെ റെഫർ ചെയ്യുക. നിങ്ങളെ ഗ്രൂപ്പ് അഡ്മിനുമായിട്ട് ഒന്ന് കണക്ട് ചെയ്താൽ മതിയാവും. അതിന്റെ ഡീറ്റെയിൽസ് ആ ഒരു വോയിസ് നോട്ടായിട്ട് മേ ബി ഞാൻ തന്നെ ഷെയർ ചെയ്യാം. ആ പ്രാക്ടീസ് വേണം അല്ലേ? ഓക്കെ, ഡെഫിനറ്റ്ലി അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. അത് അങ്ങനെ നമ്മുടെ ലൈഫിൽ അബണ്ടൻസും സക്സസും, ഈവൻ നമുക്ക് ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും ചിലപ്പോ ടൈമിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ, എന്നാലും അതങ്ങ് ആഗ്രഹിക്കുക, ഈ ജേർണിയിൽ തുടരുക. ഡെഫിനറ്റ്ലി ഒരു ദിവസം നിങ്ങൾക്ക് അത് പറ്റും. വിശ്വസിക്കുക, ട്രസ്റ്റ് ദ പ്രോസസ്. ഓക്കെ, എനിവേ താങ്ക് യു. ഐ എം റിയലി സോറി, എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, താങ്ക് യു. Okay, have a great day.